ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്കുള്ളത്. ഇന്നലെ കലാശക്കൊട്ട് കഴിഞ്ഞു. എങ്ങനെയാണ്? ഒരു സംശയവും വേണ്ട, ഞാൻ വിജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഇന്നലത്തെ കലാശക്കൊട്ടിൻ്റെ സാഹചര്യവും നിങ്ങളെല്ലാവരും കണ്ടവരാണ്. ഏറ്റവും കൂടുതൽ ആളുകളുണ്ടായിരുന്നത് എൻ്റെ ഭാഗത്തായിരുന്നു. അതേ രീതിയിൽ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ വിജയമാണ്. അതായത് ഈ രണ്ടിലയിൽ വോട്ട് വീഴുക എന്നുള്ളതാണോ അതോ പാർട്ടി നോക്കി വോട്ട് ചെയ്യുക എന്നുള്ളതാണോ കോട്ടയംകാരുടെ ഒരു പൊതുരീതി? കാരണം കേരള രണ്ടില കോട്ടയംകാർക്ക് സുപരിചിതമാണ്. ഞാൻ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. 8 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു. 8 തെരഞ്ഞെടുപ്പിലും ഞാൻ ഒരേ ചിഹ്നത്തിലാണ് മത്സരിച്ചത്, രണ്ടിലയിലാണ് മത്സരിച്ചത്. ആ രണ്ടിലയെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിഹ്നമാണ്. മറ്റ് ആളുകളുടേത് ഒന്നും അങ്ങനെ പതിഞ്ഞില്ല, എല്ലാവരുടെയും സ്വതന്ത്ര ചിഹ്നങ്ങളാണ്. കേരള കോൺഗ്രസ് എമ്മിന് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു ചിഹ്നമുള്ളൂ, അത് രണ്ടിലയാണ്. ഞാൻ ഒരു വസ്തുത കൂടി പറയട്ടെ. എൻ്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് ബഹുമാനായ KM മാണി സാർ പോലും 7 തവണയെ രണ്ടിലയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായുള്ളൂ. ഞാനിത് 8ാം തവണയല്ല രണ്ടിലയിൽ മത്സരിക്കുന്നത്. ആ രണ്ടില എന്നെ സഹായിക്കും, യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മാറി വരണം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്ന ആഗ്രഹം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. ആ ജനവികാരവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരിക. ഇന്നലെ കലാശക്കൊട്ടിന് മന്ത്രി VN വാസവനെയും അതുപോലെ തന്നെ ജോസഫ് K മാണിയൊന്നും കണ്ടിരുന്നില്ല. അവർ ഈ ബഹളത്തിനിടയിൽ അവർക്ക് എത്രയോ തിരക്കുകളുള്ളത്, അതിനകത്തൊരു കാര്യമില്ല, യാതൊരു കാര്യവുമില്ല. അതാണ് നിങ്ങളൊരു കാര്യമായിട്ട് എടുക്കുകയും ചെയ്യരുത്. ഇന്നിനിപ്പോൾ എന്താണ് പരിപാടി? അവർ രണ്ടുപേരുമാണ് സത്യത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് A to Z. ഇനിയിപ്പോൾ ഇന്നെന്താണ് പരിപാടി? ഞാനിപ്പോൾ സ്വകാര്യ വ്യക്തികളെ കാണേണ്ട കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ ഇവിടെ കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവരുടെ സിസ്റ്റേഴ്സിൻ്റെ വ്രതവാഗ്ദാനമുണ്ട്. അതാണ് ആദ്യത്തെ ചടങ്ങ്, 10 മണിക്കാണ്. അവിടെ ചെന്നിട്ട് പിന്നെ സ്വകാര്യ വ്യക്തികളെ കാണുകയും സ്വകാര്യമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അവസാന ഘട്ടത്തിലും ശുഭപ്രതീക്ഷ, ഒരു സംശയമില്ല. വോട്ട് നാളെ എവിടെ ജയിച്ചു വന്നിരിക്കും, അതിനെക്കുറിച്ചൊരു സംശയം. നാളെ വോട്ട് എൻ്റെ വോട്ട് ഇവിടെ SH മൗണ്ടിൽ. ഞാനിപ്പോൾ താമസിക്കുന്ന SH മൗണ്ടിലാണ്. SH മൗണ്ടിൽ ഹൈസ്കൂളിനോട് ചേർന്ന്, ഹൈസ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂള്. ഹൈസ്കൂൾ നേരത്തെ ഹൈസ്കൂളായിരുന്നു, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടുത്തെ 24-ാം കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ 24-ാം നമ്പർ ബൂത്തിലാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. എത്ര മണിക്ക് ആളെ വോട്ട് ചെയ്യും? രാവിലെ 6:30 മണിക്ക് പള്ളിയിൽ തൊട്ട് ചേർന്നാണ് ഞങ്ങളുടെ ഇടവ് പള്ളിയിൽ പോയി എല്ലാ തവണയും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. 6:30 മണിക്ക് കുർബാനയുണ്ട്. ആ കുർബാന ഏകദേശം ഒരു 7:15 മുമ്പായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ ഞാനും ഭാര്യയും ഒരുമിച്ച് അവിടെ പോയി വോട്ട് ചെയ്യും. അപ്പോൾ എല്ലാ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വിജയപ്രതീക്ഷയിലാണ്. വിജയിച്ചു വരുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ നിശബ്ദ പ്രചരണ ദിവസത്തിലും കൂടി ഇറങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.